മലയാള സിനിമയുടെ ജാതകം തിരുത്തിക്കുറിച്ച സംവിധായകനും ഛായാഗ്രാഹകനുമാണ് അലോഷ്യസ് വിൻസെന്റ് എന്ന വിൻസെന്റ് മാസ്റ്റർ. സിനിമയുടെ ദൃശ്യഭാഷ അതിൻ്റെ എല്ലാ ശക്തി ദൗർബല്യങ്ങളോടെയും തിരിച്ചറിഞ്ഞ ആദ്യത്തെ മലയാളിയും ഈ കോഴിക്കോട്ടുകാരൻ തന്നെ. നാടകീയതയിൽ നിന്ന് സിനിമയെ സ്വാഭാവികതയുടെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുക മാത്രമല്ല വിൻസെന്റ് ചെയ്തത്, സർഗാത്മക സാഹിത്യവുമായി സിനിമ എന്ന മാധ്യമത്തെ വിളക്കി ചേർക്കുക കൂടി ചെയ്തു അദ്ദേഹം. സംഗീത സാന്ദ്രമായ വിഷ്വലുകളാണ് വിൻസെന്റ് മാസ്റ്റർ സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചത്. മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് സമൃദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെല്ലാം. തെക്കേ ഇന്ത്യയിലെ മാത്രമല്ല, ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു ഛായാഗ്രാഹകനും അതുപോലെ സംവിധായകനുമാണ് എ വിൻസെന്റ്. സിനിമാ ലോകം അദ്ദേഹത്തെ വിൻസെന്റ് മാസ്റ്റർ എന്നാണ് സംബോധന ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു ഡയറക്ടറാണെങ്കിലും ഒരു സിനിമാറ്റോഗ്രാഫറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർ എന്നാണ് വിളിക്കുക. വിൻസെന്റിനെ വിൻസെന്റ് മാസ്റ്റർ എന്ന് വിളിക്കാൻ എന്താണ് കാരണം? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ഫ്രെയിം തീർക്കുന്നതിലുള്ള ചാരുത, അതുപോലെ തന്നെ കഥാപാത്രങ്ങളും അതിൻ്റെ പശ്ചാത്തലവും നിഴലും വെളിച്ചവും തമ്മിലുള്ള ഒരു അനുപാതം, പിന്നെ ഓരോരോ ഫ്രെയിമുകൾ തീർത്താണല്ലോ ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സിനിമ തീർക്കുന്നതിലുള്ള ഒരു സമഗ്രത, ഇതിൻ്റെയൊക്കെ ഒരു വലിയൊരു ക്രാഫ്റ്റ്മാൻ ആയിരുന്നു വിൻസെന്റ് മാസ്റ്റർ. വെറും ക്രാഫ്റ്റ്മാൻ അല്ല, അതിൻ്റെ ഒരു മാസ്റ്റർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ വിൻസെന്റ് മാസ്റ്റർ. ഞാൻ മലയാള സിനിമയിലല്ല വന്നത്, തെലുഗു സിനിമയിലായിരുന്നു ആദ്യം പ്രവേശനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാമു കാര്യാർ ഈ നീലക്കുയിൽ എന്ന് പറഞ്ഞൊരു മലയാള പടം ട്രാനിയുണ്ട്. ഒരു മുസ്ലിമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞത്. അതായിരുന്നു ആദ്യത്തെ പടം. നീല വെളിച്ചം എന്ന് പറഞ്ഞത് പടം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. പരമേശ്വരൻ നായർ പ്രൊഡ്യൂസറായിരുന്ന പരമേശ്വരൻ നായർ ഇത് എങ്ങനെ ഒരു കഥയ്ക്ക് ബേസാകും. അതിന് വൈക്കം മുഹമ്മദ് ബഷീറായിരുന്നു സ്ക്രിപ്റ്റ് എഴുതാൻ ചുരുക്കപ്പെടുത്തിയത്. അതാണ് പിന്നീട് ഭാർഗവീയമായിട്ട് പേര് മാറിയത്. അതായത് ഞാൻ സംവിധാനം ചെയ്ത ആദ്യ മലയാള പടം. ഇരുട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ചിലർക്കാണെങ്കിൽ ഭയമാണ്, ചിലരാകട്ടെ ഇരുട്ട് വരുമ്പോൾ കണ്ണടച്ചിരിക്കും. പക്ഷേ സിനിമയെ സംബന്ധിച്ച് അതിൻ്റെ ക്യാമറയുടെ കണ്ണുകൾ അത് അടച്ചിരിക്കാൻ പറ്റില്ല, അത് തുറന്ന് തന്നെ ഇരിക്കണം, നല്ല ഇരുട്ട് ചിത്രീകരിക്കാൻ പറ്റും. ഇരുട്ട് ചിത്രീകരിക്കണമെങ്കിൽ ഇരുട്ട് മാത്രം ഉണ്ടെങ്കിൽ സാധിക്കില്ല. അപ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു ചെറിയൊരു സാധ്യത വേണം. ഈ സാധ്യതയോടുകൂടി ഇരുട്ടിൻ്റെ സൗന്ദര്യാത്മകതയെ ഏറ്റവും നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള സംവിധായകനാണ് വിൻസെന്റ് മാസ്റ്റർ. അതിന് മറ്റൊന്നും വേണ്ട, ഒരേ ഒരു ചിത്രം മതി, ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാർഗവീനിലയം. അതിലെ മിക്ക പാട്ടുകളൊക്കെ വരുന്നത് എല്ലാം രാത്രിയിൽ നടക്കുന്ന അങ്ങനെ സംഭവിക്കുന്ന പാട്ടുകളായിട്ടാണ്. ഏകാന്തതയുടെ അപാരതീരം, അല്ലെ പൊട്ടിത്തകർന്ന എന്നുള്ള പാട്ട്, അതുപോലെ തന്നെ വാസന്ത പഞ്ചമി നാളിലുള്ള ഈ വസന്ത പഞ്ചമി നാളിൽ ഉദിക്കുന്ന ആ ചന്ദ്രനും വന്നെത്തുന്ന ചന്ദ്രനും ഈ കഥാപാത്രവും തമ്മിലുള്ളൊരു അനുബന്ധം തന്നെ കാണിക്കുന്നത് വളരെ സൗന്ദര്യാത്മകമായിട്ടാണ്. അത് പറയാതിരിക്കാൻ പറ്റിയ ക്ലാസിക് എന്ന് തന്നെ പറയാനുള്ളത്. വാസന്ത പഞ്ചമി നാളിൽ ജാനകി അമ്മയുടെ അതിമനോഹരമായ ഗാനം. എല്ലാം മനോഹരം തന്നെയാണ്, എങ്കിലും ഒരു ഗസൽ ടൈപ്പ്. ബാബുരാജ് മാഷിൻ്റെ എന്ന് പറയുമ്പോൾ ഫുള്ളി ഹിന്ദുസ്ഥാനി ടച്ചാണ്, ഹിന്ദുസ്ഥാനി ബേസ്ഡാണ് രാഗമെല്ലാം. അപ്പോൾ ജാനകി അമ്മയും ബാബുരാജും ആ ഒരു കോമ്പിനേഷനിൽ പിറന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് ഇത്. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മെഴിയും നട്ടു,
പഞ്ചമി നാളിൽ. ക്യാമറ കൊണ്ടുള്ള ഒരു മായാജാലം തന്നെ സൃഷ്ടിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു വിൻസെൻ്റ് മാഷ്. അദ്ദേഹത്തിൻ്റെ സിനിമകളും പ്രത്യേകിച്ച് പാട്ടുകൾ, ഉദാഹരണത്തിന് ഭാർഗവീ നിലയം എന്ന് പറയുന്ന സിനിമ അന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയൊരു സിനിമയാണ്. സൂപ്പർ ഹിറ്റ് എന്ന് വേണേൽ പറയാം. അതിൻ്റെ ഒരു സബ്ജക്റ്റും അതിനനുസരിച്ചുള്ള എഴുത്തും സംഗീതവും അഭിനേതാക്കളും എല്ലാം കൂടെ ചേർന്ന് മനോഹരമായ ഒരു സിനിമയാണത്. അപ്പോൾ ഇതിനകത്ത് നോക്കും, അവനത് താമസമെന്തേ വരുവാൻ, താമസമെന്തേ, ഈ പാട്ട് ഇപ്പോഴും സൂപ്പർ ഹിറ്റ് തന്നെയാണ്.